ലൈവിലപ്പോ ജാസ്മിനും അതുപോലെ തന്നെ അപ്സരയും തമ്മിൽ വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു. റസ്മിനും ജാസ്മിനും അപ്സരയും അഭിഷേക് ശ്രീകുമാറും ഇരിക്കുമ്പോഴാണ് ജാസ്മിൻ പറയുന്നത് അന്നാ കളം മാറ്റി ചവിടുന്ന ടാസ്ക്. ജാസ്മിൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അഭിഷേക് ശ്രീകുമാർ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിനെ. അപ്പൊ ജാസ്മിനെ പുറമൊക്കെ പോയി എന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വലിച്ചിടാൻ പാടില്ലായിരുന്നു, ചെയ്ത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജാസ്മിൻ എന്ന് പറയുവാണ് അതിൽ എനിക്ക് എന്നെ വലിച്ചിട്ടേക്കാരും അതിൽ ആരും ഇടപെട്ടില്ല. ജിൻഡു ആണ് ഇപ്പൊ അത് ചെയ്തെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ ഇടപെട്ടേനെ. അതാരും ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. അഭിഷേക് ആയതുകൊണ്ട് അതാരും ചോദ്യം ചെയ്തില്ല എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ ജാസ്മിൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് അപ്സരയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്സര പറയാണ് ജാസ്മിൻ എല്ലാ കാര്യത്തിലും ഇവിടെ ആളുകളൊക്കെ ഇടപെടാറുണ്ട്, എന്റെ ഒരു കാര്യത്തിൽ ഇവിടെ ആളുകൾ ആരും ഇടപെടാറില്ല എന്നുള്ളതാണ് അപ്സര പറയുന്നത്. ഞാനും ഋഷിയായിട്ട് വഴക്കുണ്ടാക്കിയതും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആരെങ്കിലുമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടും ആരും എൻ്റെ അടുത്ത് ഇടപെട്ടിട്ടില്ല. റസ്മിനോ അപ്സരയോ ഗബ്രിയോ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പൊ റസ്മിനോട് ചോദിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ജാസ്മിനോടും ചോദിക്കുകയാണ്. ജാസ്മിൻ പറയണ്ടേ ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ആ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നി, ജിൻഡോ ആയിരുന്നെങ്കിൽ അങ്ങനെ ഇടപെട്ടാൻ അതാണ് പറഞ്ഞതെന്നൊക്കെ. അങ്ങനെയാണ് ഇവർ തമ്മിലൊരു വഴക്ക് കിടക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നത് ഇത് എന്തോ ഈ പറയണേ, ഞാൻ അങ്ങനെയൊന്നും ഇപ്പൊ റേസ് ആവാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ല, ജസ്റ്റ് ചുമ്മാ നമ്മൾ തമാശക്കിരുന്ന് പറഞ്ഞൊരു കാര്യമില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്സര ഇത് ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. അപ്സരയ്ക്ക് ഓൾറെഡി അപ്സരനെ ആരും കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അപ്സരനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ഒരാൾ തന്നെയാണ് അപ്സര. 60 ദിവസമായിട്ട് അപ്സരയുടെ കാര്യത്തിൽ ആരും ഇടപെടാറില്ല എന്നുള്ള രീതിയിലാണ് അപ്സര സംസാരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ചുമ്മാ നുണ പറയില്ലേ എന്നുള്ളത്. ശരണ്യേച്ചി ഇടപെടാറില്ല, ആരെങ്കിലും അവിടെ നിർത്താൻ പറയാറില്ല എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. എന്റെ കാര്യത്തിലാണെങ്കിൽ ആരെങ്കിലും പിടിച്ചു മാറ്റുവാണ് ചെയ്യുന്നത്, കാരണം ഞാൻ ഒരുപാട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ഇതാവുന്നത് കൊണ്ടാണെന്നൊക്കെ പറയും അപ്പൊ ജാസ്മിൻ. എന്നിട്ട് അപ്സര ജാസ്മിനോട് പറയും നീയാണ് ഇവിടെ ഓവറായിട്ട് ബഹളം വെച്ചിട്ട് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കണത്, നിനക്കാണ് ആ പ്രശ്നമുള്ളതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുവാണ്, അലറി വിളിച്ച് നടക്കണതെന്നൊക്കെ. അപ്പൊ ജാസ്മിൻ ഇപ്പൊ റസ്മിനോടും അതുപോലെ തന്നെ അപ്സരോടുമാണ് എന്തെങ്കിലുമൊക്കെ പറയാറുള്ളത്. കുറച്ച് കമ്പനി ആയിരുന്നല്ലോ. ജാസ്മിൻ ഇങ്ങനെ ഓവറായിട്ട് അലറി വിളിച്ച് നടക്കുന്നു എന്ന് അപ്പൊ അപ്സര പറഞ്ഞല്ലോ, അത് ജാസ്മിൻ ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ ജാസ്മിൻ പറയും ഞാൻ എന്ത് പറഞ്ഞു എന്ന് ഈ പറയണേന്നൊക്കെ പറഞ്ഞ് പിന്നെ ജാസ്മിനും അപ്സരയും തമ്മിൽ ഇങ്ങനെ വഴക്കടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ടാസ്കിന് വിളിച്ചേക്കുവാണ്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും മാറി പോകുന്നത്.